ഒരു വലിയ സ്വരം ഞാൻ കേട്ടു. നിങ്ങൾ പോയി ദൈവകോപത്തിന്റെ ആ 7 പാത്രങ്ങൾ ഭൂമിയിലേക്ക് ഒഴിക്കുക. ഉടനെ ഒന്നാമൻ പോയി തന്റെ പാത്രം ഭൂമിയിലേക്ക് ഒഴിച്ചു. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയെ ആരാധിക്കുന്നവരുമായ മനുഷ്യരുടെ ശരീരത്തിൽ ദുർഗന്ധം വമിക്കുന്ന വ്രണങ്ങളുണ്ടായി. 8-9 വചനത്തില് ട്രംപറ്റ്സ് കണ്ടു. അതുപോലെ തന്നെ സീൽസ് അതിന് മുമ്പ് കണ്ടു. ഇതെല്ലാം ഇൻവിറ്റേഷൻ ആയിരുന്നു എന്ത്, കൺവേർഷനിലേക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ നമുക്ക് കാണുന്നത് ദൈവത്തിന്റെ ഫൈനൽ ജഡ്ജ്മെന്റ് ആണ്. ട്രംപറ്റ്സിൽ എപ്പോഴും ഇതേ സീക്വൻസിലാണ് പോയെങ്കിലും എല്ലാം 1/3 ആയിട്ടാണ് പോയിരുന്നത്. ഇവിടെ ഇത് കംപ്ലീറ്റ് ആണ്, ഫൈനൽ ജഡ്ജ്മെന്റ് ആണ്. ഫൈനൽ ജഡ്ജ്മെന്റില് നമുക്കറിയാം സീലിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു. ഹ്യൂമൻ ഹിസ്റ്ററിയിലുള്ള കോൺകസ്റ്റ്, വയലൻസ്, ഫാമിൻ, പെസ്റ്റിലൻസ് എന്നൊക്കെയായിരുന്നു സീലിൽ കണ്ടത്. നമ്മൾ സൗണ്ടിങ് ഓഫ് ദ ട്രംപറ്റിൽ കണ്ടത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പിന്നെ ഡിമോണിക് ടോർമെന്റ്സ് ഒക്കെ കണ്ടു. ഇതെല്ലാം ആൾക്കാരെ ഇതിലേക്കാണ് നയിച്ചിരുന്നത്, പശ്ചാത്തപിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ആയിട്ടും ഇവര് റിപ്പന്റ് ചെയ്യാൻ റിഫ്യൂസ് ചെയ്യാണ്. അപ്പോഴാണ് ഫൈനൽ ജഡ്ജ്മെന്റ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഈ പറഞ്ഞ ആദ്യത്തെ 2 സീരീസ് സീലുകളുടെയും ട്രംപറ്റുകളുടെയും ഹിസ്റ്ററിയിൽ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഹ്യൂമൻ റേസിന്റെ മേലെ പലപ്പോഴും അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മനുഷ്യകുലത്തിന് വീണ്ടും വീണ്ടും പശ്ചാത്തപിക്കാൻ വേണ്ടി ദൈവം അവസരം കൊടുത്തതാണ്. ഇതിന്റെ പ്രോഗ്രഷൻസിൽ നമുക്ക് കാണാൻ സാധിക്കും. സീലിൽ നിന്ന് ട്രംപറ്റിലേക്ക്, ട്രംപറ്റിൽ നിന്ന് ബൗലിലേക്ക് പോകുമ്പോൾ ഇതിലെ പ്രശ്നം ഇത്രയും കൂടി ഗൗരവമായിട്ട് മാറുകയാണ്. ഈ വേഴ്സണിങ്ങിനെ കുറിച്ച് ഈശോ തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്കറിയാം 24-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വചനങ്ങളിൽ അറിയാം അവസാനമാവുമ്പോൾ കുറേയും കൂടി കഠിനമാകുന്നുള്ളത്. അപ്പൊ ഇതൊക്കെ നമുക്ക് നേരത്തെ കൂട്ടിയുള്ള സൂചനയുണ്ട്. ഇനിയിപ്പോ ഇതിനകത്ത് ആദ്യത്തെ 5 ബവൽസ് എന്ന് പറയുന്നത്, നമ്മൾ കാണുന്ന 5 ബവൽസ് എന്ന് പറയുന്നത് നാച്ചുറൽ കലാമിറ്റീസ് ആണ്. എല്ലാ ആൾക്കാരുടെ മേൽ വരുന്ന, ദ ഹോൾ വേൾഡിന്റെ മേൽ വരുന്ന നാച്ചുറൽ കലാമിറ്റീസ് ആണ്. 6ാമത്തേല് ഫൈനൽ റിസൾട്ട് ബൈ ഗോഡ്സ് എനിമീസ് അഗെയിൻസ്റ്റ് ഹിസ് പീപ്പിൾ. പിന്നെ 7th ഗോഡ്സ് ഇന്റർവെൻഷൻ വിത്ത് ഓവർവെൽമിംഗ് പവർ ടു ജഡ്ജ് ബാബിലോൺ. ഇതാണ് ഇതിന്റെ ഒരു പ്രാരംഭ ഇതെന്ന് പറയാം. അപ്പൊ ഇതിനകത്ത് 7 മേഖലകളിലാണ്. അത് ആദ്യം എന്താന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. 1 എർത്ത്, 2 സീ, 3ാമത് വാട്ടർ റിസോഴ്സസ്, 4 സൺ, 5ാമത്തത് സീറ്റ് ഓഫ് ബീസ്റ്റ്, 6ാമത്തത് യൂഫ്രട്ടിസ് നദി, 7 എയർ. ഇതെല്ലാം തന്നെ ഒരു നേച്ചറിന്റെ ഭാഗമാണ്. ഇത് തന്നെ നമുക്ക് എക്സഡസിലുള്ള പ്ലേഗിലും കാണാൻ സാധിക്കും. 1ാമത്തത് ഡസ്റ്റ് ഓഫ് ദ എർത്ത്, എക്സഡസ് 8:16. പിന്നെ 2ാമത്തത് റെഡ് സീ, എക്സഡസ് 14:28. 3 വാട്ടേഴ്സ്, എക്സഡസ് 8:6. 4ാമത്തത് ഡാർക്ക്നെസ്, എക്സഡസ് 10:21. ഡെത്ത് ഓഫ് ദ ഫസ്റ്റ് ബോൺ നമുക്ക് കാണാൻ സാധിക്കും അവിടെ. അതായത് അവരാണല്ലോ റൂളേഴ്സ് ആവാനുള്ളത്, അതാണ് അവരുടെ സീറ്റാണ് അത് ഉദ്ദേശിക്കുന്നത്. അതാണ് എക്സഡസ് 11:5. നൈൽ നദി, എക്സഡസ് 7:17. ബേണിംഗ് ഹെയിൽ, എക്സഡസ് 9:23. അപ്പൊ എല്ലാം പ്ലേഗിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് തന്നെ നമുക്ക് ട്രംപറ്റ്സിലും കാണാൻ സാധിക്കും, ഇതേ ഓർഡറിൽ തന്നെ. ജഡ്ജ്മെന്റ് മുമ്പുള്ളതെല്ലാം പാർഷ്യൽ ആണ്. ഈ അധ്യായത്തിൽ നമുക്ക് കിട്ടുന്നത് ഇറ്റ് ഇസ് എ കംപ്ലീഷൻ ഓഫ് ജഡ്ജ്മെന്റ്. ഇനി ഇപ്പൊ നമ്മൾ വായിച്ച ആദ്യത്തെ അത് ഭൂമിയുടെ മേലാണ്. അവിടെ ആർക്ക് ഇത് ബാധിക്കും എന്നും കൂടി പറയുന്നുണ്ട്. മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതിന്റെ പ്രതിമയുമായ വ്യക്തിയുടെ ശരീരത്തിൽ ദുർഗന്ധം വമിക്കുന്ന വ്രണങ്ങളുണ്ടായി. ഇപ്പൊ നമ്മൾ പണ്ട് പറഞ്ഞൊരു കാര്യമാണ്, റെവലേഷൻ 14:9. 3ാമതൊരു ദൂതൻ വന്ന ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ആരെങ്കിലും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ ആരാധിക്കുകയോ നെറ്റിയിലോ കയ്യിലോ മുദ്ര സ്വീകരിക്കുകയോ ചെയ്താൽ
അവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ അവിടുത്തെ ക്രോധത്തിന്റെ വീഞ്ഞ് കലർപ്പില്ലാതെ പകർന്നു കുടിക്കും. അപ്പൊ ഈ വചനത്തിൽ രണ്ട് കാര്യമാണ്, ഫോർ ഹെഡ് ഉണ്ട്, ഹാൻഡ് ഉണ്ട്. ഫോർ ഹെഡ് എപ്പോഴും സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തി പ്രൊഫസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആൾ എന്ത് പ്രൊഫസ് ചെയ്യുന്നു. ഹാൻഡ് സൂചിപ്പിക്കുന്നത് ആൾ എന്ത് പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പൊ എന്താള് പ്രഘോഷിക്കുന്നു, എന്താള് പ്രവർത്തിക്കുന്നു. അപ്പൊ ഇവിടെ ഇവർ സ്വീകരിച്ചത് അൺഹോളി പ്രൊഫഷനും അൺഹോളി പ്രാക്ടീസും ആണ്. ഇതുപോലെ ഒരു നിർബന്ധിതമായ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തു. എല്ലാവരും തന്നെ അത് നോർമലായി കണക്കാക്കി അതിലേക്ക് നീങ്ങാണ്. ഇത് ദൈവം ശക്തമായിട്ട് മന ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് പാലിക്കുന്നവർ ശരിക്കും ഒരു തരത്തിൽ കപടരാണ്. ഈ കപടതയാണ് എപ്പോഴും ദൈവത്തിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ദൈവം ശിക്ഷിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് നമുക്ക് ജെറമിയയുടെ പ്രവചനത്തിലെ അധ്യായം 2:19 വായിക്കാൻ സാധിക്കും. യൂഫ്രട്ടീസിലെ വെള്ളം കുടിക്കാൻ അസീറിയയിൽ പോകുന്നതുകൊണ്ട് നിനക്ക് എന്ത് ഗുണമുണ്ടാകും? നിന്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക. അതാണ് ഇവിടെ കാണുന്ന ജഡ്ജ്മെന്റ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണല്ലോ അവിടെ ഉള്ളത്. അപ്പൊ അത് വർഷിപ്പേഴ്സിന് കിട്ടാൻ പോകുന്നത് ജോബിന് ഉണ്ടായിരുന്നല്ലോ. ജോബ് 2:7 ഒന്ന് വായിക്കാം. സാത്താൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പോയി ജോബിന്റെ ശരീരത്തെ അടി മുതൽ മുടി വരെ വ്രണങ്ങൾ കൊണ്ടു നിറച്ചു. ഇത്തരം ഒരു വ്രണങ്ങളായിരിക്കും ഈ ബീസ്റ്റ് വർഷിപ്പേഴ്സിന് ഉണ്ടാകാൻ പോകുന്നത്. ഇതുപോലെ ഒരു കാര്യം എക്സഡസ് 9:8-11 നമുക്ക് വായിക്കാൻ സാധിക്കും. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ചൂളയിൽ നിന്ന് കൈ നിറയെ ചാരം വാരുക. ഫറവോ കാണുകെ മോശ അത് ആകാശത്തിലേക്ക് വിതറട്ടെ. അത് ഈജിപ്ത് രാജ്യം മുഴുവൻ ധൂളിയായി വ്യാപിക്കും. രാജ്യമാസകലമുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ദേഹത്ത് പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങൾ ഉണ്ടാക്കും. അതനുസരിച്ച് അവർ ചൂളയിൽ നിന്ന് ചാരം എടുത്തുകൊണ്ട് ഫറവോയുടെ മുമ്പിലെത്തി. മോശ ചാരം അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞപ്പോൾ അത് മനുഷ്യരിലും മൃഗങ്ങളിലും പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങളുണ്ടാക്കി. എല്ലാ ഈജിപ്തുകാരുടെ ഒപ്പം മന്ത്രവാദികളെയും വ്രണങ്ങൾ ബാധിച്ചതിനാൽ മന്ത്രവാദികൾക്കും മോശയുടെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ജെറുസലമിൽ വരുന്നതിനുള്ള ഒരു ചോദ്യം. പണ്ട് ദൈവജനത്തെ പീഡിപ്പിച്ച ജനമാണ് ഈജിപ്റ്റ്. അവർക്കുള്ള ശിക്ഷകളാണ് ഇവിടെ പറയുന്നത്. മുന്നോട്ട് ചരിത്രം നീങ്ങുമ്പോൾ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നതാണ് ജെറുസലം, അവിടെ ഉണ്ടായിരുന്ന വ്യക്തികള്. അപ്പൊ അവർക്കുള്ള ശിക്ഷകൾ ഇതാണ്. ഇനി നമുക്ക് നിയമാവർത്തനം 28:27-35 വായിക്കാം. ഈജിപ്തിനെ ബാധിച്ച പരുക്കളും അർബുദവും ചൊറിയും ചിരങ്ങും കൊണ്ട് കർത്താവ് നിന്നെ പീഡിപ്പിക്കും. നിയമാവർത്തനം 7:15. കർത്താവ് നിങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും. ഈജിപ്തിൽ വെച്ച് നിങ്ങൾ കണ്ടിട്ടുള്ള ദുർവ്യാധികളിൽ ഒന്നും നിങ്ങളുടെ മേൽ അവിടുന്ന് വരുത്തുകയില്ല. എന്നാൽ നിങ്ങളെ എതിർക്കുന്നവരുടെ മേൽ അവയെല്ലാം വരുത്തും. അപ്പൊ ഇത് അനുസരിക്കുന്നവരും അനുസരിക്കാത്തവരും തമ്മിലുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് നമ്മൾ ആദ്യത്തെ ഈ പ്ലേഗിൽ കാണുന്നത്. ഇനി രണ്ടാമത്തത് വായിക്കാം. 3-ാമത്തെ വചനം വായിക്കും. രണ്ടാമൻ തന്റെ പാത്രം കടലിലേക്ക് ഒഴിച്ചു. ഇപ്പോൾ ആ കടൽ മരിച്ചവന്റെ രക്തം പോലെയായി. കടലിലെ സർവ്വ ജീവികളും ചത്തുപോയി. കടൽ എന്ന് പറയുന്നത് ജെന്റൈൽസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇത് ഒരു ബ്ലഡ് ഷെഡ് ഉണ്ടാകും, അതിൽ കംപ്ലീറ്റ് ജെന്റൈൽസ്. ഇപ്പൊ ജെന്റൈൽസ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു ഭാഷയിൽ ദൈവത്തെ സ്വീകരിക്കാതെ എന്നാണ് അർത്ഥമാക്കുന്നത്. എല്ലാവരും ചത്തുപോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു. അതാണ് രണ്ടാമത്തെ ചാലീസ്. 3-ാമത്തത് വായിക്കുക. വചനം 4. മൂന്നാമൻ തന്റെ പാത്രം നദികളിലും നീരുറവകളിലും ഒഴിച്ചു, വ്യക്തമായി മാറി. അപ്പോൾ ജലത്തിന്റെ ദൂതൻ പറയുന്നത് ഞാൻ കേട്ടു, ആയിരിക്കുന്നവനും ആയിരുന്നവനും പരിശുദ്ധനുമായ അങ്ങ് ഈ വിധികളിൽ നീതിമാനാണ്. ഇവിടെ നമ്മൾ കാണുന്നത് വെളിപാട് 16:6 ഈ കാണുന്ന കാര്യം. അവർ വിശുദ്ധരുടെയും പ്രവാചകരുടെയും രക്തം ചൊരിഞ്ഞു, എന്നാൽ അങ്ങ് അവർക്ക് രക്തം കുടിക്കാൻ കൊടുത്തു. അതാണ് അവർക്ക് കിട്ടേണ്ടത്. അപ്പൊ ഇതൊരു റെസ്പോൺസ് ആണ്. ദൈവം അതേ അളവിൽ തന്നെ, അതായത് ഇങ്ങനെ ദൈവ മനുഷ്യരോട് ഇടപെടുമ്പോൾ അതിനനുസരിച്ച് തന്നെ റെസ്പോൺസ് ദൈവം കൊടുക്കും. അത് നമുക്ക് ന്യായാധിപന്റെ പുസ്തകം 1-ാം അധ്യായം 4 വായിക്കാൻ സാധിക്കും.
യൂദ യുദ്ധം ചെയ്തു. ദൈവം കാനാന്യരെയും പെരീസ്യരെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ 10,000 പേരെ ബെസേക്കിൽ വെച്ച് പരാജയപ്പെടുത്തി. ബെസേക്കിൽ വെച്ച് അദോണി ബെസേക്കിനോട് അവർ യുദ്ധം ചെയ്തു. കാനാന്യരെയും പെരീസ്യരെയും പരാജയപ്പെടുത്തി. അദോണി ബെസേക്ക് പലായനം ചെയ്തു. അവർ പിന്തുടർന്ന് അവനെ പിടിച്ച് കൈകാലുകളുടെ പെരുവിരലുകൾ മുറിച്ചു കളഞ്ഞു. അദോണി ബെസേക്ക് പറഞ്ഞു, കൈകാലുകളുടെ പെരുവിരലുകൾ ഛേദിക്കപ്പെട്ട 70 രാജാക്കന്മാർ എന്റെ മേശയ്ക്ക് കീഴിലെ ഉച്ഛിഷ്ടം പെറുക്കി തിന്നിരുന്നു. ഞാൻ അവരോട് ചെയ്തതുപോലെ തന്നെ ദൈവം എന്നോടും ചെയ്തിരിക്കുന്നു. അതാണ് എന്താണ് ചെയ്യുന്നത്, എന്താണ് വിതയ്ക്കുന്നത് അത് തന്നെ കൊയ്യുള്ളൂ. അല്ലാതെ വേറൊന്നും സംഭവിക്കില്ല. ഇനി നമുക്ക് ഏഷ്യ 49 25 26 വായിക്കാം. ശക്തനിൽ നിന്ന് അടിമകളെ വിടുവിക്കുകയും സ്വേച്ഛാധിപതിയിൽ നിന്ന് ഇരയെ രക്ഷിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. നിന്നെ മർദ്ദിക്കുന്നവർ സ്വന്തം മാംസം ഭക്ഷിക്കാൻ ഞാൻ ഇടവരുത്തും. വീഞ്ഞുകൊണ്ടെന്ന പോലെ സ്വന്തം രക്തം കുടിച്ച് അവർക്ക് മത്തുപിടിക്കും. ഞാൻ നിന്റെ രക്ഷകനും വിമോചകനും യാക്കോബിന്റെ ശക്തനായവനുമാണെന്ന് അപ്പോൾ മർത്യകുലം അറിയും. അപ്പൊ ഇതാണ് ജഡ്ജ്മെന്റ്. ഇവിടെ പെർഫെക്റ്റ് ജസ്റ്റിസ് ആണ് ദൈവം കാണിച്ചു തരുന്നത്. പിന്നെ ഇവിടെയുള്ള 6 ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കില്ല. 5 വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇവർ പറയുന്ന ആയിരിക്കുന്നവനും ആയിരുന്നവനും പരിശുദ്ധനുമായ വരാനിരിക്കുന്നവനെന്ന് പറയുന്നില്ല. ഇതിന്റെ കാരണം ഹി ഹാസ് കം ആസ് ജഡ്ജ്. അതായത് ഹി ഹാസ് കം ആസ് ജഡ്ജ്. സോ അവർ റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ആയിരുന്നവനും ആയിരിക്കുന്നവനും പരിശുദ്ധനുമായ അങ്ങ് വിധികളിൽ നീതിമാനാണ്. അവര് ആ ജഡ്ജ്മെന്റിനെ പ്രൈസ് ചെയ്യാണ്. അതിന് റെസ്പോൺസ് ആണ് വരുന്നത് ബലിപീഠത്തിന്. അതൊന്ന് വായിച്ചോ, വെളിപാട് 16:7. ബലിപീഠം പറയുന്നത് കേട്ടു, അതെ, സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങയുടെ വിധികൾ സത്യവും നീതിയും നിറഞ്ഞതാണ്. ഇവിടുന്ന് പറയുന്നു, അതന്നെ അവിടുന്ന് റെസ്പോൺസ് വരുന്നു. ഇനി നമുക്ക് 8-ാം വചനം വായിക്കാം. 4-മൻ തന്റെ പാത്രം സൂര്യന്റെ മേലൊഴിച്ചു. അപ്പോൾ മനുഷ്യരെ അഗ്നി കൊണ്ട് ദഹിപ്പിക്കാൻ അതിന് അനുവാദം ലഭിച്ചു. അത്യുഷ്ണത്താൽ മനുഷ്യർ വെന്തെരിഞ്ഞു. ആ മഹാമാരികളുടെ മേൽ അധികാരമുണ്ടായിരുന്ന ദൈവത്തിന്റെ നാമം അവർ ദുഷിച്ചു. അവർ അനുദപിക്കുകയോ അവിടുത്തെ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല. സയൻസ് പറയുന്നതാണ് ഇതിനൊരു സണ്ണിന് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത്. സൺസ് പവർ ടു ബേൺ പീപ്പിൾ. അതായത് അറ്റ്മോസ്ഫിയർ ഷീൽഡ്സ് us from the powerful ultraviolet and infrared rays of the sun. If that atmosphere were to be drastically damaged, either by human interference or by a natural disaster, the consequences would be deadly. ഇത് സയൻസ് ആണ്. ഇതിന്റെ ഒരു മാക്സിമത്തിൽ വരികയാണെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ നേരൊരു ഓപ്പോസിറ്റ് ആണ് നീതിമാന്മാർക്കുള്ള വാഗ്ദാനം. അതാണ് നമുക്ക് റെവലേഷൻ 7:16 വായിക്കാൻ പറ്റുന്നത്. ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല, വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല. എന്തെന്നാൽ സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിന്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. അതാണ് ഈ പ്രോമിസ്. ഇത് ജഡ്ജ്മെന്റ് ആണ്, മറ്റേത് പ്രോമിസ് ആണ്. സങ്കീർത്തനം 104:2 വായിക്കാം. വസ്ത്രം എന്ന പോലെ അങ്ങ് പ്രകാശമണിഞ്ഞിരിക്കുന്നു, കൂടാരം എന്ന പോലെ അവിടുന്ന് ആകാശത്തെ വിരിച്ചിരിക്കുന്നു. എപ്പോഴും അങ്ങനെ ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ റൈറ്റേഴ്സിന് ഉണ്ടാകും. ഇതെല്ലാം വിക്കറ്റിനുള്ള ഒരു കോൺസിക്വൻസസ് ആണ്. ഇതൊക്കെയാണെങ്കിലും അവരാരും റിപ്പന്റ് ചെയ്യുകയോ ദൈവത്തിന് ഗ്ലോറി കൊടുക്കുകയോ ചെയ്തില്ല. 5-മന്റെ പാത്രം മൃഗത്തിന്റെ സിംഹാസനത്തിൽ മേലൊഴിച്ചു. അപ്പോൾ അതിന്റെ രാജ്യം കൂരിരുട്ടിലാണ്ടു. മനുഷ്യർ കഠിന വേദന കൊണ്ട് നാവ് കടിച്ചു. വേദനയും വ്രണങ്ങളും മൂലം അവർ സ്വർഗസ്ഥനായ ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവൃത്തികളെ കുറിച്ച് അനുദപിച്ചില്ല. ഇവിടെ നമുക്ക് ഈ സംഭവം
ജ്ഞാനത്തിന്റെ പുസ്തകം 17-ാം അധ്യായത്തില് മനുഷ്യൻ അനുഭവിക്കുന്ന ഭയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഭയങ്കര ഒരു ടെറിഫൈങ് സിറ്റുവേഷൻ ആണ്. അത് മുഴുവൻ ഇവർക്ക് വരുന്നുണ്ട്. എന്നിരുന്നിട്ടും അവര് അതിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇനി അടുത്തത് വായിക്കാം. 6-ാമത്തെ ദൂതൻ തന്റെ പാത്രം യൂഫ്രട്ടീസ് മഹാനദിയിലേക്ക് ഒഴിച്ചു. ആ. അപ്പോൾ അതിലെ ജലം വറ്റിപ്പോയി. അങ്ങനെ കിഴക്കു നിന്നുള്ള രാജാക്കന്മാർക്ക് വഴിയൊരുക്കപ്പെട്ടു. യൂഫ്രട്ടീസ് എന്ന് പറയുന്നത് ഒരു ഓൾഡസ്റ്റ് റിവർ ഓഫ് ഹിസ്റ്ററി ആണ്. നമുക്ക് ജനസിസ് 2:10 വായിക്കാൻ പറ്റും. തോട്ടം നനയ്ക്കാൻ ഏദനിൽ നിന്നൊരു നദി പുറപ്പെട്ടു. അവിടെ വെച്ച് അത് 4 കൈവഴികളായി പിരിഞ്ഞു. ഒന്നാമത്തേതിന്റെ പേര് പിഷോൺ. അത് സ്വർണത്തിന്റെ നാടായ ഹവില മുഴുവൻ ചുറ്റി ഒഴുകുന്നു. ആ നാട്ടിലെ സ്വർണം മേൽത്തരമാണ്. അവിടെ സുഗന്ധദ്രവ്യങ്ങളും പവിഴക്കല്ലുകളും ഉണ്ട്. രണ്ടാമത്തെ നദിയുടെ പേര് ഗിഹോൺ. അത് കുഷ് എന്ന നാടിനെ ചുറ്റി ഒഴുകുന്നു. മൂന്നാമത്തെ നദിയുടെ പേര് ടൈഗ്രീസ്. അത് അസീറിയയുടെ കിഴക്കു ഭാഗത്തുകൂടി ഒഴുകുന്നു. 4-ാമത്തെ നദി യൂഫ്രട്ടീസ്. ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. ഇനി ഇത് തന്നെ പ്രോമിസ്ഡ് ലാൻഡിന്റെ ബൗണ്ടറി ആയിട്ടും കണക്കാക്കുന്നുണ്ട്. ഉൽപ്പത്തി 15:18. അന്ന് കർത്താവ് അബ്രാമിനോട് ഒരു ഉടമ്പടി ചെയ്തു. നിന്റെ സന്താന പരമ്പരയ്ക്ക് ഈ നാട് ഞാൻ തന്നിരിക്കുന്നു. ഈജിപ്ത് നദി മുതൽ മഹാനദിയായ യൂഫ്രട്ടീസ് വരെയുള്ള സ്ഥലങ്ങൾ. പിന്നെ നിയമാവർത്തനം 1:7. നീ ഇവിടം വിട്ട് അമോര്യരുടെ മലമ്പ്രദേശത്തേക്കും അവരുടെ അയൽക്കാർ പാർക്കുന്ന മരുഭൂമി, മലമ്പ്രദേശം, സമതലം, നെഗബ്, കടൽത്തീരം എന്നിവിടങ്ങളിലേക്കും പോകുവിൻ. കാനാന്യരുടെ ദേശത്തേക്കും ലെബനോനിലേക്കും മഹാനദിയായ യൂഫ്രട്ടീസ് വരെയും നിങ്ങൾ പോകുവിൻ. ജോഷുവ 1:4. തെക്കു വടക്ക് മരുഭൂമി മുതൽ ലബനോൻ വരെയും കിഴക്കു പടിഞ്ഞാറ് യൂഫ്രട്ടീസ് മഹാനദിയും ഹിത്യരുടെ എല്ലാ ദേശങ്ങളുമടക്കം മഹാസമുദ്രം വരെയും നിങ്ങളുടേതായിരിക്കും. യൂഫ്രട്ടീസ് ഏൻഷ്യൻ ബൗണ്ടറി ആണ് ഈസ്റ്റിനെയും വെസ്റ്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. ജെറമിയ 50:38 വായിക്കും. അവളുടെ ജലാശയങ്ങളുടെ മേൽ കൊടും വേനൽ, അവ വരണ്ടു പോകും. വിഗ്രഹങ്ങളുടെ നാടാണ്. ഇതോടുകൂടി ഇത് ഡ്രൈ ആവും. അതോടുകൂടി മറ്റ് രാജാക്കന്മാർക്ക് അതിക്കൂടെ വരാനുള്ള സാധ്യത തുറക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നമുക്ക് വായിക്കാം. ദാനിയേൽ 11:44. എന്നാൽ കിഴക്ക് നിന്നും വടക്കു നിന്നും വരുന്ന വാർത്തകൾ അവനെ അസ്വസ്ഥനാക്കും. അവൻ മഹാകോപത്തോടെ പുറപ്പെട്ട് അനേകരെ ഉന്മൂലനം ചെയ്യും. അവൻ തന്റെ രാജമന്ദിര സദൃശ്യമായ കൂടാരങ്ങൾ കടലിനും മഹത്വപൂർണമായ വിശുദ്ധഗിരിക്കും ഇടയ്ക്ക് നിർമ്മിക്കും. എങ്കിലും സഹായിക്കാൻ ആരുമില്ലാതെ അവന്റെ ജീവിതം ഒടുങ്ങും. ഏഷ്യ 46:11. കിഴക്ക് നിന്ന് ഒരു ഹിംസ്ര പക്ഷിയെ ഞാൻ വിളിക്കും. എന്റെ അഭീഷ്ടം നിറവേറ്റുന്ന ഒരുവനെ ദൂരദേശത്തു നിന്ന് വരുത്തും. ഞാൻ പറഞ്ഞു, അത് ചെയ്യും. തീരുമാനിച്ചു, അത് നടപ്പിലാക്കും. 16:13 മുതൽ വായിക്കും. സർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും പുറപ്പെട്ട തവളകൾ പോലുള്ള 3 അശുദ്ധാത്മാക്കളെ ഞാൻ കണ്ടു. അവർ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിനത്തിലെ യുദ്ധത്തിനായി ലോകമെമ്പാടുമുള്ള രാജാക്കന്മാരെ ഒന്നിച്ചു കൂട്ടാൻ പുറപ്പെട്ടവരും അടയാളങ്ങൾ കാണിക്കുന്നവരുമായ പൈശാചികാത്മാക്കളാണ്. ഇത് കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇവര് 3 പേരുണ്ട് ഇതിനകത്ത്. ആരൊക്കെയാണ്? ഡ്രാഗൺ, ബീസ്റ്റ് ആൻഡ് ദ ഫാൾസ് പ്രോഫറ്റ്. ഇവര് ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഈ യുദ്ധത്തില് ക്രൈസ്തവർക്ക് എതിരായിട്ടുള്ള ഒരു യുദ്ധമാണ് ഈ യുദ്ധം. അതിനു മുമ്പ് ഇവരെല്ലാം യോജിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അടയാളം കണ്ട് ആരും ഇവരെ വിശ്വസിച്ചു പോകും. അങ്ങനെയാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും. ഈശോ നമുക്ക് അടുത്ത വചനത്തിലൂടെ ഒരു ചെറിയ മുന്നറിയിപ്പ് തരുന്നുണ്ട്. അത് വായിക്കാം. വെളിപ്പാട് 16:15 വായിക്കേ. ഇതാ ഞാൻ കള്ളനെ പോലെ വരുന്നു. നഗ്നനായി മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിതനായി തീരാതെ വസ്ത്രം ധരിച്ച് ഉണർന്നിരിക്കുന്നവൻ ഭാഗ്യവാൻ.
ഇവിടെ ഈശോ പറയുന്നത് ഞാൻ കള്ളനെ പോലെ വരുമെന്നാണ്. കള്ളൻ എന്നുള്ള തീം ഈശോയുടെ ജീവിതത്തിൽ ഒത്തിരി ഉള്ളതാണ്. ഈശോ വഞ്ചിക്കപ്പെട്ടത് യൂദാസ്, അവൻ ഒരു കള്ളനായിരുന്നു. ഈശോ ക്രൂശിക്കപ്പെട്ട് കിടന്നത് 2 കള്ളന്മാരുടെ ഇടയ്ക്കാണ്. പിന്നെ ഈശോ ക്രൂശിക്കപ്പെട്ടത് വേറൊരു കള്ളന് പകരമായിട്ടാണ്. പാപം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടേതല്ലാത്ത വേറെ ഒന്ന് സ്വന്തമാക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ കളവിനെയാണ് പാപം എന്ന് പറയുന്നത്. നമുക്കല്ലാത്ത ഒന്ന് നമ്മൾ സ്വീകരിക്കുമ്പോൾ, ദൈവം നമുക്കായിട്ട് നിയോഗിക്കാത്ത ഒരു കാര്യം സ്വീകരിക്കുമ്പോൾ അത് പാപമായി മാറുന്നു. അതാണ് ആദാമിലും ഹവ്വായിലും ഇതിൽ നിന്ന് ഇത് തുടങ്ങിയതാണ്. അങ്ങനെ ആവുമ്പോൾ അവര് നഗ്നരായിട്ട് മാറുന്നു. ആദാമിനും ഹവ്വായിക്കും സൃഷ്ടിച്ചപ്പോൾ അവർക്കൊരു കൃപയുടെ ഒരു വസ്ത്രം കൊടുത്തിരുന്നു. അത് പ്രകാശത്തിന്റെ വസ്ത്രമായിരുന്നു. ആ പ്രകാശത്താൽ അവര് ആവരണം ചെയ്യപ്പെട്ടായിരുന്നു ജീവിച്ചിരുന്നത്. അവർക്കല്ലാത്തത് അവർ സ്വീകരിക്കാൻ പോയപ്പോൾ അവർ അന്ധകാരത്തിലായി. ആ അന്ധകാരത്തിലായപ്പോഴാണ് അവർ നഗ്നരാകപ്പെടുന്നത്. ഈ നഗ്നത എന്ന് പറയുന്നത് അനുസരണക്കേടിലൂടെ വരുന്നതാണ്. ഇതിനെ പൂർത്തീകരിക്കാനാണ് ഈശോ വന്ന് അവർക്ക് വീണ്ടും പ്രകാശമായി മാറുന്നത്. ഇനി പൗലോസ്ലിയ പറയുന്ന ഒരു വചനം നമുക്ക് വായിക്കാം. 2 കൊറിന്തോസ് 5:2 മുതൽ 5 വരെയുള്ള വചനം. വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവീർപ്പിടുകയും സ്വർഗീയ വസതി ധരിക്കുവാൻ വെമ്പൽ കൊള്ളുകയുമാണ്. അത് ധരിക്കുമ്പോൾ ഞങ്ങൾ നഗ്നരായി കാണപ്പെടുകയില്ല. ഈ കൂടാരത്തിലായിരിക്കുമ്പോൾ തന്നെയും ഞങ്ങൾ ഉത്കണ്ഠാകുലരായി നെടുവീർപ്പിടുന്നു. വശകമായത് ജീവനാൽ ഗ്രസിക്കപ്പെടേണ്ടതിന് പഴയത് മാറ്റിക്കളയാനല്ല, പുതിയത് ധരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ലക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി ഞങ്ങൾക്ക് നൽകിയ ദൈവമാണ്. ഇനി കൊളോസസ് 3:12. അതിനാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ഭാജനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. അങ്ങനെ ധരിച്ച നമ്മള് ഉണർന്നിരിക്കുന്നവരായി മാറണം. അങ്ങനെയുള്ളവരാണ് ഭാഗ്യവാന്മാരായി മാറുന്നത്. അതാണ് ഇതിലെ സൗഭാഗ്യമായിട്ട് നമ്മൾ വായിക്കുന്നത്. ക്രിസ്തുവിനെ പ്രതീക്ഷിക്കുന്നവർ എന്നും ജാഗരൂകരായിരിക്കും. പാലസ്തീന സംസ്കാരത്തില് വിവാഹത്തിന് വരൻ വരുന്ന സമയം അറിയിക്കില്ല. അത് ഏത് സമയം വേണമെങ്കിൽ വരാം. ആ ഒരു ജാഗ്രതയാണ്, ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള ജാഗ്രതയിൽ ജീവിക്കുന്നവരാണ് ക്രിസ്ത്യാനി. അല്ലാതെ അന്തിക്രിസ്തുവിനെ നോക്കിയിരിക്കുന്നവരല്ല ക്രിസ്ത്യാനി. അന്തിക്രിസ്തു എങ്ങനെയായാലും എന്തായാലും അതല്ല പ്രധാനപ്പെട്ടത്. പ്രധാനപ്പെട്ടത് ക്രിസ്തു രണ്ടാമത് വരും, അതിലേക്ക് ഒരുങ്ങി ദൈവം തന്നിട്ടുള്ള എല്ലാ കൃപയ്ക്ക് അനുസരിച്ച് ജീവിക്കാവുന്നതാണ്. ഇനി കുറച്ച് വചനങ്ങൾ നമുക്ക് മത്തായി 24:42 മുതൽ 44 വരെ, മർക്കോസ് 13:33 മുതൽ 37 വരെ, ലൂക്ക 12:35 മുതൽ 40 വരെ. എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം. റെവലേഷൻ 16:16. ഹെബ്രായ ഭാഷയിൽ ഹർമഗെദോൻ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ അവരെ ഒന്നിച്ചു കൂട്ടി. ഈ സ്ഥലം എന്ന് പറയുന്നത്, ഇതിന്റെ അർത്ഥം ഹിൽ ഓഫ് റോബേഴ്സ് എന്നാണ് ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തത് ഹർ മഗെദോൻ എന്ന് പറയുന്നത്, അത് പിരിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് മൗണ്ട് മെഗിദോൻ എന്നാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം. ന്യായാധിപൻ 5:19 വായിക്കും. രാജാക്കന്മാർ വന്ന് യുദ്ധം ചെയ്തു. താനാക്കിൽ മെഗിദ്ദോ ജലാശയത്തിനരികെ കാനാൻ രാജാക്കന്മാർ പ്രത്യാക്രമണം നടത്തി. അവർക്ക് കൊള്ളയടിക്കാൻ വെള്ളി കിട്ടിയില്ല. ഇവിടെ ഈ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇസ്രായേൽ ആ കാലഘട്ടത്തിൽ മിക്ക യുദ്ധങ്ങൾ നടന്ന സ്ഥലങ്ങളാണ്. ഈ ഒരു സ്ഥലത്ത് വെച്ച് ജോഷുവ കാനാനയ്ക്കെതിരെ വിജയം നേടിയ ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ കിങ് ജെറോബാമിന്റെ അസാസിനേഷൻ നടന്നത് ഇവിടെയാണ്. കിങ് ജോസിയ പരാജയപ്പെട്ടതും ഇവിടെ വെച്ചാണ്. അത് 2 ദിനവൃത്താന്തം 35:20 തൊട്ട് 25 വരെയുള്ള വചനം വായിക്കാം. ജോസിയ ദേവാലയ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി. അപ്പോൾ ഈജിപ്ത് രാജാവായ നെക്കോ യൂഫ്രട്ടീസ് തീരത്തുള്ള
കർക്കമീഷിലേക്ക് യുദ്ധത്തിന് പോവുകയായിരുന്നു. ജോസിയ അവനെതിരെ ചെന്നു. നെക്കോ ദൂതന്മാർ മുഖേന ജോസിയോട് പറഞ്ഞു, യൂദാരാജാവേ, നാം തമ്മിൽ എന്തു തർക്കം? ഞാൻ വരുന്നത് നിന്നെ ആക്രമിക്കാനല്ല, എന്റെ ശത്രുഭവനത്തിനെതിരായിട്ടാണ്. തിടുക്കം കൂട്ടാൻ ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. എന്നോടൊത്തുള്ള ദൈവത്തെ എതിർക്കുന്നതിൽ നിന്ന് പിന്തിരിയുക, അല്ലെങ്കിൽ അവിടുന്ന് നിന്നെ നശിപ്പിക്കും. എന്നാൽ ജോസിയ പിന്മാറിയില്ല. വേഷപ്രച്ഛന്നനായി യുദ്ധത്തിനു ചെന്നു. നെക്കോയിലൂടെ ദൈവം അരുളി ചെയ്ത വാക്കു കേൾക്കാതെ മെഗിദോ സമതലത്തിൽ വെച്ച് ജോസിയ അവനുമായി ഏറ്റുമുട്ടി. വില്ലാളികൾ ജോസിയ രാജാവിനെ എയ്തു. രാജാവ് ഭൃത്യന്മാരോട് പറഞ്ഞു, എനിക്ക് കഠിനമായി മുറിവേറ്റിരിക്കുന്നു, എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ. അവർ അവനെ ആ രഥത്തിൽ നിന്നിറക്കി മറ്റൊരു രഥത്തിൽ കിടത്തി ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു. അവൻ മരിച്ചു, പിതാക്കന്മാരുടെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടു. യൂദായും ജെറുസലേമും ജോസിയായെ ഓർത്ത് വിലപിച്ചു. ജെറമിയായും ജോസിയായെ കുറിച്ചൊരു വിലാപഗാനം രചിച്ചു. ജോസിയായെ കുറിച്ച് വിലപിക്കുമ്പോൾ ഇസ്രായേലിലെ ഗായകരായ സ്ത്രീ പുരുഷന്മാർ ഈ ഗാനം ആലപിക്കാറുണ്ട്. ഇസ്രായേലിൽ ഇതൊരു പതിവായി. വിലാപ ഗീതങ്ങളിൽ ഈ ഗാനവും ചേർത്തിരിക്കുന്നു. ഇവിടെ പല യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവിടെ പല ജയങ്ങളും പരാജയങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് നേരത്തെ മുമ്പ് നമ്മൾ കള്ളപ്രവാചകരെ കുറിച്ച് പറഞ്ഞു. അപ്പോ ഇതിനോട് അടുത്തുള്ള ഒരു സ്ഥലമാണ് മൗണ്ട് കാർമൽ. ഈ മൗണ്ട് കാർമലിൽ വെച്ചാണ് ഈ കള്ളപ്രവാചകന്മാരെ മുഴുവൻ ഇല്ലാതാക്കിയത് ഏലിയ. മൗണ്ട് കാർമൽ വിജയത്തിന്റെയും ഇവിടെ പരാജയവും ജയവും എല്ലാം കൂടിയിട്ടുള്ളത്. പക്ഷെ അവസാനം ഇവർക്ക് കുറെ പരാജയം ഉണ്ടായ ഒരു സ്ഥലമാണ്. ഈ സ്ഥലം തെരഞ്ഞെടുത്തത് അവസാന വിജയം കർത്താവിൻ്റെയാണ്. ആ അവസാന വിജയം നടക്കുന്നത് ഇവിടെ വെച്ചായിരിക്കും. ഇനി നമുക്ക് 17-ാം വചനം വായിക്കാം. റെവലേഷൻ 16:17. ഏഴാമൻ തന്റെ പാത്രം അന്തരീക്ഷത്തിൽ ഒഴിച്ചു. അപ്പോൾ ശ്രീകോവിലിലെ സിംഹാസനത്തിൽ നിന്ന് ഒരു വലിയ സ്വരം പുറപ്പെട്ടു. ഇതാ. ഈ എയർ എന്ന് പറയുന്നത് നമുക്കറിയാം എഫേഷ്യൻസ് 2:2. അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശന് അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത്. ഇവിടെ അവസാനത്തെ അറ്റാക്ക് വരുന്നത് സാത്താന്റെ മേലാണ് ക്രോധം. നമുക്ക് സക്രിയ 12:3. അന്ന് ഞാൻ ജെറുസലേമിനെ ഭാരമേറിയ കല്ലാക്കും, അത് പൊക്കുന്നവർക്ക് കഠിനമായ മുറിവേൽക്കും. ഭൂമിയിലെ എല്ലാ ജനങ്ങളും അതിനെതിരെ ഒത്തുചേരും. സക്രിയ 14:2. ഞാൻ സകല ജനതകളെ ഒരുമിച്ച് കൂട്ടി ജെറുസലേമിനെതിരെ യുദ്ധം ചെയ്യാൻ വരുത്തും. അവർ പട്ടണം പിടിച്ചെടുക്കുകയും വീടുകൾ കൊള്ളയടിക്കുകയും സ്ത്രീകളെ അപമാനിക്കുകയും ചെയ്യും. ഇനി ഈ 17-ലെ അവസാനത്തെ വാക്ക് ഇതാ തീർന്നു. ഈശോ മരിക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ജോൺ 19:30. അത് വായിക്കേ. യേശു വിരാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇനി തുടർന്ന് ഇവിടുന്ന് നമുക്ക് വെളിപാട് 16:18 മുതൽ വായിക്കാം. മിന്നൽ പിണരുകളും ഉച്ചഘോഷങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ ഇന്നോളം സംഭവിച്ചിട്ടില്ലാത്ത വിധം അത്ര വലിയ ഭൂകമ്പവും ഉണ്ടായി. മഹാനഗരം മൂന്നായി പിളർന്നു. ജനതകളുടെ പട്ടണങ്ങൾ നിലം പതിച്ചു. തന്റെ ഉഗ്രക്രോധത്തിന്റെ ചഷകം മട്ടുവരെ കുടിപ്പിക്കാൻ വേണ്ടി മഹാബാബിലോണിനെ ദൈവം പ്രത്യേകം ഓർമ്മിച്ചു. 3ആയിട്ട് വിഭജിച്ചു എന്നാണല്ലോ പറയുന്നത്. ഈ ഒരു വിഭജനത്തെ കുറിച്ചുള്ള പ്രവചനം എസെക്കിയേൽ 5:1 മുതൽ നമുക്ക് വായിക്കാം. മനുഷ്യപുത്ര, നീ മൂർച്ചയുള്ള ഒരു വാളെടുക്കുക, അതൊരു ക്ഷൗരക്കത്തിയായി ഉപയോഗിച്ച് നിന്റെ തലയും താടിയും വടിക്കുക. എന്നിട്ട് ഒരു തുലാസ് എടുത്ത് രോമം തൂക്കി വിഭജിക്കുക. ത്തിന്റെ ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ നീ അതിന്റെ 1/3 ഭാഗം എടുത്ത് പട്ടണത്തിന്റെ നടുവിൽ വെച്ച് തീയിൽ ദഹിപ്പിക്കുക. 1/3 ഭാഗം വാളുകൊണ്ട് അരിഞ്ഞുകൊണ്ട് പട്ടണത്തിന് ചുറ്റും നടക്കുക. 1/3 നീ കാറ്റിൽ പറത്തണം. ഊരിയ വാളുമായി ഞാൻ അവയെ പിന്തുടരും. അവയിൽ നിന്ന് ഏതാനും എടുത്ത് നിന്റെ മേലങ്കിയുടെ വിളുമ്പിൽ
അവിടെ നിന്ന് ഒരഗ്നി പുറപ്പെട്ട് ഇസ്രായേൽ എല്ലാ ഭവനങ്ങളിലേക്കും വ്യാപിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാണ് ജോഷുവ. ജനതകളുടെയും രാജ്യങ്ങളുടെയും മധ്യേ അവളെ ഞാൻ സ്ഥാപിച്ചു. എന്നാൽ ജനതകളുടേതിനേക്കാൾ ദുഷ്ടതയോടെ അവൾ എന്റെ കൽപ്പനകൾ ലംഘിച്ചു. ചുറ്റുമുള്ള രാജ്യങ്ങളെക്കാൾ കൂടുതലായി അവൾ എന്റെ പ്രമാണങ്ങളെ ധിക്കരിച്ചു. അവൾ എന്റെ കൽപ്പനകൾ നിരസിച്ചു. അവയ്ക്കനുസൃതമായി അവൾ പ്രവർത്തിച്ചില്ല. ആകയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ ചുറ്റുമുള്ള ജനതകളെക്കാൾ ധിക്കാരികളാണ്. നിങ്ങൾ എന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് നടക്കുകയോ കൽപ്പനകൾ കാക്കുകയോ ചെയ്തില്ല. ചുറ്റുമുള്ള ജനതകളുടെ നിയമങ്ങൾ പോലും നിങ്ങൾ അനുസരിച്ചില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ നിനക്കെതിരായിരിക്കുന്നു. ജനതകളുടെ മുൻപിൽ വെച്ച് നിന്റെ മേൽ എന്റെ വിധി ഞാൻ നടപ്പിലാക്കും. ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്തതും ഇനി ഒരിക്കലും ചെയ്യുകയില്ലാത്തതുമായ കാര്യങ്ങൾ നിന്റെ മ്ലേച്ഛതകൾ നിമിത്തം നിനക്കെതിരായി ഞാൻ ചെയ്യും. നിന്റെ മധ്യേ പിതാക്കന്മാർ പുത്രന്മാരെയും. ഇത് ജഡ്ജ്മെന്റ് ആണ്, ഇത് ഫൈനൽ ആണ്. അപ്പൊ ഇതിനകത്ത് 3 പാർട്ടായിട്ട് തിരിക്കുകയാണ് അതിനകത്ത്. അതായത് ഫസ്റ്റ് പാർട്ട് ഫയർ, അതായത് കത്തി നശിക്കുകയാണ്. ഇത് സംഭവിച്ചാണ് ജെറുസലമില്. പിന്നെ ഒരു പാർട്ട് വാളാല് ഇല്ലാതായി. പിന്നെയുള്ള പാർട്ട് അതിനെ ക്യാപ്റ്റീവ്സ് ആക്കി. ഫയറിലൂടെ, സ്വാഡിലൂടെ, പിന്നെ ക്യാപ്റ്റീവ് അവസാനത്തെ ഭാഗം. ഇത് അനുസരണക്കേടിന്റെ പരിണത ഫലമായിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ്. ഇതെല്ലാം നമ്മളെ കൊണ്ട് നമുക്ക് ഇത് സന്ദേശമായി തരുന്നത് എത്ര ഗൗരവമായിട്ടാണ് ദൈവകൽപ്പനകൾ നമ്മൾ കാണണ്ടേ എന്നതിനാണ്. അതായത് ലാഘവ ബുദ്ധിയോടുകൂടെ ദൈവവചനത്തെയോ ദൈവ പദ്ധതികളെയോ കാണരുത്. ഇനി തുടർന്ന് നമുക്ക് 20-ാം വചനം വായിക്കാം. വെളിപാട് 16:20. ദ്വീപുകളെല്ലാം ഓടിയൊളിച്ചു, പർവ്വതങ്ങൾ കാണാതായി. താലന്തകളുടെ ഭാരമുള്ള വലിയ കല്ലുകളുടെ പെരുമഴ ആകാശത്തു നിന്ന് മനുഷ്യരുടെ മേൽ പതിച്ചു. കന്മഴയാകുന്ന മഹാമാരി നിമിത്തം മനുഷ്യർ ദൈവത്തെ ദുഷിച്ചു. അതത്ര ഭയങ്കരമായിരുന്നു. ഇവര് പണ്ട് ഒരു കാര്യം ആഗ്രഹിച്ചിരുന്നു, അതുപോലും ഇവർക്ക് കിട്ടുന്നില്ല ഇപ്പോ. അത് നമുക്ക് വെളിപാടിന്റെ 6-ാം അധ്യായം 16-ാം വചനത്തിലുണ്ട്. അവർ മലകളോടും പാറകളോടും വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ മേൽ വന്ന് വീഴുവിൻ. സിംഹാസനസ്ഥന്റെ ദൃഷ്ടിയിൽ നിന്നും കുഞ്ഞാടിന്റെ ക്രോധത്തിൽ നിന്നും ഞങ്ങളെ മറയ്ക്കുവിൻ. ഈ ഒരു ജഡ്ജ്മെന്റിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ഇത് ഫൈനൽ ജഡ്ജ്മെന്റ് ആണ്. ഈ ഫൈനൽ ജഡ്ജ്മെന്റിൽ നിന്ന് ഇങ്ങനെ അനുദപിക്കാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും ഇതിന്റെ അന്ത്യം.